നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം ലഭിച്ചിരുന്നത് റോഡ്രിക്കാണല്ലോ. എന്നാൽ റോഡ്രി പറയുന്നു കഴിഞ്ഞ വർഷത്തെയും 2023 ബാലൻഡിയോർ അത് ലിയോ മെസ്സിക്കാണല്ലോ കൊടുത്തത്. ആ ബാലൻഡിയോറും താൻ അർഹിച്ചിരുന്നു എന്നാണ് താൻ ചിന്തിക്കുന്നത് എന്നാണ്. എൽ പാറ്റഡോസോ ഡി കോപ്പിനോട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ആ ഇൻ്റർവ്യൂ പുറത്തുവിട്ടത്. അതിലാണ് അദ്ദേഹം ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത്. താനാണ് ലോകത്തെ ഏറ്റവും കൺസിസ്റ്റൻസി ഉള്ള താരം, അതിന് ലഭിച്ച അവാർഡാണ് ഈ ബാലൻഡിയോർ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. റോഡ്രിയുടെ വാക്കുകളിലേക്കൊന്ന് പോകാം. ഈ അവാർഡ് എനിക്ക് ലഭിച്ചത് കൺസിസ്റ്റൻസിക്കുള്ള റിവാർഡായിട്ടാണ്. ഇറ്റ് ഹാസ് റിവാർഡഡ് കൺസിസ്റ്റൻസി. ഫുട്ബോളിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമാണത്. ഇപ്പോൾ കഴിഞ്ഞ സീസണൊക്കെ എടുത്ത് നോക്കുക, ലോകത്തെ ഏറ്റവും കൺസിസ്റ്റൻസിയുള്ള ഫുട്ബോളർ ഞാനാണ്. ഇപ്പോൾ ഈ അവാർഡ് ഞാൻ അർഹിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഞാനല്ല പറയേണ്ടത്. 2023 ഞാൻ വിചാരിച്ചിരുന്നു, ഞാൻ കരുതുന്നു ആ ബാലൻഡിയോർ എനിക്ക് ലഭിക്കേണ്ടതാണ് എന്ന്. അതൊരു ഗ്രേറ്റ് സീസൺ ആയിരുന്നു എനിക്കും സിറ്റിക്കും. പക്ഷേ അതുണ്ടായില്ല. ഇപ്പോൾ ഈ ഇയറിൽ ഞാൻ അതിനേക്കാൾ ബെറ്ററായി കളിച്ചു. അതിന് കിട്ടിയ റിവാർഡായിട്ടാണ് ഞാൻ ഈ ബാലൻഡിയോറിനെ കാണുന്നത് എന്നാണ് റോഡ്രിയുടെ അഭിപ്രായം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.